ഹലോ എവ്രി വൺ, ലൈഫ് വിത്ത് ഹൈറ ആൻഡ് മാർക്കോ 2.0 പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈറേനെ മാർക്കോനെ എല്ലാവർക്കും അറിയാലോ. ഹൈറയാണ് നമ്മളെ ഫസ്റ്റ് ഡോഗ്. അതായത് നമ്മൾ വാങ്ങിച്ച അല്ലെങ്കിൽ നമ്മളടുത്ത് ആദ്യം എത്തിയ നമ്മളെ ആദ്യത്തെ മോള് ഹൈറേൻ്റെ മോനാണ് കേട്ടോ മാർക്കോ. അതായത് ഹൈറേൻ്റെ ആദ്യത്തെ മോൻ. ഹൈറക്ക് മാർക്കോ അല്ലാണ്ട് ബാക്കി 8 മക്കളും കൂടി ഉണ്ട് കേട്ടോ. ഹൈറേൻ്റെ ഡെലിവറിയിൽ 9 മക്കളാണ് വന്നത്. അതിൽ 8 പേര് ഓരോ വീട്ടിൽ വളരുന്നുണ്ട്. ഹൈറേനെ വാങ്ങിയപ്പം തൊട്ടോ അല്ലെങ്കിൽ അതിന് ശേഷം ഒന്നുമല്ല ഹൈറേനെ ഇഷ്ടപ്പെട്ടത്. അതിന് മുന്നേ ഡോഗ്സിനെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ടോ എനിക്ക് നോക്കാൻ പറ്റുന്നത് കൊണ്ടോ ഞാനൊരു ഡോഗിനെ വാങ്ങിയിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടിലുള്ള ഓരോരോ ആൾക്കാർക്കും അതിനോടൊരു ഇഷ്ടവും അല്ലെങ്കിൽ ആ ഒരു അടുപ്പം വേണം. അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുന്നതെന്ന് വിചാരിച്ചോ, അതിനെ ആരെ ഏൽപ്പിച്ചു പോവും, ആര് നോക്കും? അതുകൊണ്ട് അതെല്ലാം കണക്കാക്കിയിട്ട് വേണം ഒരു ഡോഗിനെ നമ്മൾ വാങ്ങാൻ. ചെറിയ കുട്ടികൾ അതിൻ്റെ ഭംഗി കൊണ്ട് എനിക്ക് വാങ്ങിത്താ, എനിക്കതിനെ ഇഷ്ടമാണെന്നെല്ലാം പറയുമായിരിക്കും. പക്ഷേ നിങ്ങൾക്കതിനെ നോക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ വീട്ടിലെ എല്ലാവർക്കും അതിന് ഇഷ്ടമാണോ? അതിൻ്റെ രോമം കൊഴിയും, അതിന് കുറച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും. മനുഷ്യർക്കായാലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഉപേക്ഷിക്കാനുള്ള സാധനമല്ല ഇതെന്ന് ഓർമ്മയിൽ വെച്ചിട്ട് വേണം ഒരു ഡോഗിനെ നമ്മൾ വാങ്ങാൻ. അവരെ വാങ്ങിക്കഴിഞ്ഞാൽ അയ്യോ വാങ്ങിപ്പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കുറച്ചു കാലം വളർത്തി അതിനെ വേറെ ആയിരിക്കും കൊടുത്തേക്കുക. അങ്ങനെയൊന്നും ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. അത് വലിയ ദ്രോഹം അവരോട് ചെയ്യുന്ന. നിങ്ങൾക്ക് അതിൻ്റെ ഭംഗിയാണ് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് കാണാം, ഫോട്ടോസ് കാണാം. അങ്ങനെ എവിടെയെങ്കിലും വീട്ടിലൊക്കെ വളർത്തുന്നുണ്ടാവില്ലേ, അവിടെയൊക്കെ പോയിട്ട് കാണാം. അല്ലാതെ നിങ്ങൾ അതിനെ വളർത്താൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് അതിനോട് ഇഷ്ടമില്ലെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു ബാധ്യതയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നുള്ളതിൽ ഒരിക്കലും ഒരു നായയെ വാങ്ങി വളർത്തരുത്. നമ്മളെ വീട്ടിലൊരാളാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളിലൊരാളാണ് എന്നുള്ള ഇതിൽ തന്നെ അവരെ വളർത്തണം. എന്നാലേ നമുക്ക് അവരോട് ഒരു ഇഷ്ടമുള്ള ഉണ്ടാവും. പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും അവരെ നമ്മൾ കൈവിടാണ്ടിരിക്കണമെങ്കിൽ നമുക്ക് അവരോട് ഒരു ഇഷ്ടമെല്ലാം വേണം. അതായത് നമ്മളെ ഇഷ്ടം വേണമെന്നല്ല, നമ്മളുടെ മോനോ മോളോ ആണ്, നമ്മളെ മക്കളിലൊരാളാണെന്ന് തന്നെ വിചാരിച്ചാൽ മതി. അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ. മീത്ത് മിറീനി എല്ലാവർക്കും അറിയില്ലേ, അവരുടെ വീഡിയോയിലെല്ലാം ഹൈറയുണ്ട് കേട്ടോ. ഒരു വീഡിയോയിൽ അവർ ഹൈറേനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അതായി കാണുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അണ്ടലൂർ കാവുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഈ ഷൂട്ട് ഉണ്ടായത്. ഹൈറേനെ ഇടയ്ക്ക് ഗ്രൂമിങ്ങിനെല്ലാം കൊണ്ടുപോകാറുണ്ട് കേട്ടോ. കണ്ണൂർ മൈപ്പെറ്റിലാണ് കൊണ്ടുപോക്ക്. ആ വീഡിയോ കേട്ടോ ഇത്. ഹൈറേൻ്റെ ഡെലിവറി സമയത്തുള്ള വീഡിയോ കേട്ടോ ഇത്. മക്കൾ പുറത്തേക്ക് വന്നിട്ട് ആദ്യത്തെ പാലുകുടി. അവൾ വല്ലാണ്ട് ക്ഷീണിച്ച് കേട്ടോ. 9 മക്കളില്ലേ. ഇതിപ്പോൾ 6 ആളാണ് പുറത്തേക്ക് വന്നത്. 3 ആൾ അവളുടെ വയറ്റിൽ ഉണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ 6 മക്കളും നന്നായിട്ട് വലിച്ച് കുടിക്കുന്നുണ്ടോ പാല്. ക്ഷീണിച്ചു പാവം. ഇതാ കേട്ടാ അച്ചു, എൻ്റെ രണ്ടാമത്തെ മോൻ കേട്ടാ. ശിവതയും അച്ചുവും തമ്മിൽ 10 വയസ്സിന് വ്യത്യാസമുണ്ട്. അച്ചുവിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ടേ അച്ചു ഹൈറേൻ്റെ ഈ കുരയെല്ലാം കേൾക്കുന്നതുകൊണ്ടോ എന്തോ അറിയില്ല, അച്ചുവിന് ഹൈറേനെ ഒരു പേടിയുമില്ല. ഹൈറക്കാണെങ്കിൽ അച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അച്ചുവിനെ ഒന്ന് തൊടുവോ അല്ലെങ്കിൽ എന്താ പറയുക നക്കുവോ അല്ലെങ്കിൽ അവന് ചെറുതായിട്ട് വേദനിക്കുന്ന ഒരു കാര്യങ്ങൾ പോലും ഹൈറ ചെയ്യാറില്ല. പക്ഷേ അച്ചു എവിടെയാണോ കിടക്കുന്നത് അവനെ കാണുന്ന രീതിയിൽ ഹൈറക്ക് കിടക്കണം. അതിൻ്റെ അടുത്തോ അല്ല അവനെ കാണുന്ന രീതിയിലോ ഹൈറക്ക് എപ്പോഴും കിടക്കണം. അച്ചുവിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു, ഏതോർമ
തീർക്കാനായി വീണ്ടും എന്നിലെ തോർമകളായി കിനാവിലെ മുത്തേ നീ ഉറങ്ങ്. എന്തോ ഒരു പാട്ട് പാടാൻ തോന്നി. ഹൈറേൻ്റെയും മാർക്കോൻ്റെയും കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈഫ് വിത്ത് ഹൈറ ആൻഡ് മാർക്കോ 2.0 എന്നാണ് ചാനലിൻ്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ ചെറിയ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ. ബൈ.